ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്ന് കുഴിച്ചുമൂടിയ കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ്. പ്രതികളായ മാത്യൂസിനെയും ശർമിളയെയും ഇന്നലെ രാത്രിയിലാണ് കർണാടക മണിപ്പാലിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. രണ്ട് പ്രതികളും ചേർന്നാണ് സുഭദ്രയെ നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിൽ സുഭദ്രയുടെ വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്നു. കൊലപാതകത്തിൽ മാത്യൂസും ശർമിളയും മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു. സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയായിരുന്നു കൊലപാതകമെന്നും പോലീസ് അറിയിച്ചു. കലവൂർ കോർത്തുശ്ശേരിയിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെ ഉച്ചയ്ക്ക് ആണ് കർണാടകയിൽ നിന്ന് പ്രതികൾ പിടിയിലാകുന്നത്. കർണാടകയിലെ മണിപ്പാലിൽ നിന്നാണ് ഇരുവരെയും, അതായത് മുഖ്യ പ്രതികളായ മാത്യുവിനെയും ശർമിളയെയും ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘം പിടികൂടുന്നത്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തുമെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള സംഘം അവിടെ ഇവർക്കായി കാത്തു നിൽക്കുകയായിരുന്നു. പിന്നീടാണ് ഈ ശർമിളയുടെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും ഇവർ പോലീസ് പിടിയിലാവുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിൽ പ്രധാനമായി പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം കൊലപാതകം നടന്നത് 7-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് എന്നുള്ളതാണ്. വൈകിട്ട് 6 മണിയുടെ അടുത്താണ് സുഭദ്ര കൊല്ലപ്പെട്ടതെന്നുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികൾ വെളിപ്പെടുത്തിയത് ഇരുവരും ചേർന്നാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ചവിട്ടിയും ഒപ്പം തന്നെ കഴുത്ത് ഞെരിച്ചുമാണ് കൊല ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും ഇത്തരത്തിൽ സുഭദ്രയെ ആക്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ അവർ പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ചവിട്ടിൽ സുഭദ്രയുടെ വാരിയലിന്റെ ശരീരത്തിന്റെ രണ്ട് ഭാഗത്തിന്റെയും വാരിയലുകൾ പൂർണ്ണമായി തകർന്നിരുന്നു. കഴുത്തിലെ സരുണാസ്ഥി തകർത്ത് കാറ്റ്ലേജ് തകർന്നു പോകുന്ന സാഹചര്യവും കഴുത്തൊടിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മരണശേഷം സുഭദ്രയുടെ ഇടത് കൈ ഒടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് കൊലപാതകമെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ആദ്യം പറയണത് കൂടുതൽ പറയാനായിട്ടില്ല. കാരണം പ്രതി അറിയാലോ, 2 മണിക്കൂറായിട്ടുള്ള ഇവിടെ എത്തിയിട്ട്. അപ്പോൾ ആ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ 2 പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടതെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റേതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. തെളിവെടുപ്പ് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം മർഡർ ഫോർ കേസ്. സുഭദ്രയിൽ നിന്ന് കവർന്നെടുത്ത സ്വർണം ഇവർ ഉടുപ്പിയിലും ആലപ്പുഴയിലുമായി വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യവും പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല എറണാകുളത്ത്, അതായത് മൃതദേഹം ചൊവ്വാഴ്ച ആലപ്പുഴയിൽ നിന്ന് കണ്ടെത്തുന്നതുവരെ എറണാകുളത്താണ് ഇവർ ഒളിവിൽ താമസിച്ചിരുന്നത്. എന്തായാലും കടവന്ത്ര പോലീസ് മിസ്സിംഗ് കേസായി അന്വേഷിച്ച ഒരു കേസാണ് പിന്നീട് ചൊവ്വാഴ്ചയോടുകൂടി ആലപ്പുഴയിൽ മണ്ണഞ്ചേരി പോലീസ് സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തുന്നതോടെ ഒരു കൊലപാതകത്തിലേക്ക് മാറിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന ഘട്ടത്തിൽ ക്രൂരമായ കൊലപാതകമാണ് വയോധികയുടേത് എന്നുള്ള വിവരങ്ങളും ലഭ്യമായിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘം ഇവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു തിരച്ചിലിനൊടുവിലാണ് പ്രതികൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ കേസിലെ കണ്ടെത്തൽ എന്ന് പറയുന്നത് സ്വർണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊല നടന്നത് എന്നുള്ളതാണ്. 7-ന് വൈകിട്ട് ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ അവരുടെ മൃതശരീരം മറവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ശർമിള ഇത്രയും നാൾ ഉടുപ്പി സ്വദേശിനിയാണ് എന്നുള്ള വിവരമായിരുന്നു. എന്നാൽ ശർമിള എറണാകുളം സ്വദേശിനിയാണ്. എറണാകുളം തോപ്പുംപടി സ്വദേശിനിയാണ്. 6 വയസ്സുവരെ എറണാകുളത്ത് ജീവിക്കുകയും പിന്നീട് അമ്മയ്ക്ക് ജോലി കിട്ടിയതിനെ തുടർന്നാണ് ഇവർ ഉടുപ്പിയിലേക്ക് താമസം മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ ഉടുപ്പിയിൽ ബന്ധുക്കൾ ആരുമില്ല, ചില സുഹൃത്തുക്കൾ മാത്രമാണ് ശർമിളയ്ക്ക് ഇപ്പോൾ ഉടുപ്പിയിൽ ഉള്ളത്. ഇനിയും വിവരങ്ങൾ, അതായത് അന്വേഷണ സംഘത്തിന് സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുമൊക്കെ ഒരുപാട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് തേടാനായുണ്ട്. ഇന്ന് തന്നെ വൈകിട്ട് മറ്റ് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി റിമാൻഡ് നടപടികളിലേക്ക് കടക്കും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.